ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോ നിൽക്കുന്നത് കന്യാകുമാരിയിലാണ് കേട്ടോ. കന്യാകുമാരിയിലെ സൺറൈസ് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കന്യാകുമാരിയിലെ വിശേഷങ്ങളിലേക്ക് പോയാലോ? അപ്പൊ നൈറ്റ് ഒരു 11 മണി 12 മണി ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പൊ ഏകദേശം നമ്മള് കന്യാകുമാരി ബീച്ചിന്റെ സൈഡിലോട്ടായിട്ട് നമ്മൾ റൂം നോക്കി. അപ്പൊ രാവിലെ തന്നെ നമുക്ക് സൺറൈസ് കാണാനായിട്ട് നേരെ എഴുന്നേറ്റ് പോവാലോ. അപ്പൊ ആ ഒരു കാൽക്കുലേഷനിൽ ഞങ്ങൾ ഏറ്റവും അടുത്ത് തന്നെയാണ് റൂം നോക്കിയത്. റൂം നോക്കി ഞങ്ങൾ സ്റ്റേ ചെയ്തത് രാവിലെ പെട്ടെന്ന് എണിച്ച് പോകാൻ പറ്റിയൊരു അങ്ങനെ ഒരു കാൽക്കുലേഷൻ തന്നെയായിരുന്നു. അപ്പൊ നമ്മള് രാവിലെ എണീറ്റു, റെഡിയായി സൺറൈസ് കാണാനായിട്ട് പോവാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഹോട്ടലിന്റെ മാനേജർ പറഞ്ഞു, നമ്മുടെ റൂഫ് ടോപ്പിൽ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സൺറൈസ് കാണാനായിട്ട് പറ്റും, അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങള് പതുക്കെ മുകളിലേക്കൊക്കെ ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ ഞെട്ടിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ അവിടെ ഈ സൺറൈസ് കാണാൻ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹോട്ടലിൽ ഉള്ളവർ തന്നെ ഉണ്ടായിരുന്നു. അതല്ലാതെ തന്നെ ഹോട്ടലിന്റെ ഫ്രണ്ടിലുള്ള കുറെ ബിൽഡിങ്ങിലുള്ള ആൾക്കാരും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട്, ഈ സൺറൈസ് കാണാനായിട്ട്. ഒത്തിരി പേര് ആ സമയത്ത് എണീച്ചിട്ടുണ്ടായിരുന്നു, ആ വ്യൂ നോക്കി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു സൺറൈസ് കാണാനായിട്ട്. പിന്നെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സണ്ണ് റൈസായി വന്നപ്പോ കുറെ പേര് സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നത് കണ്ടു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും അറ്റത്ത് കന്യാകുമാരിയിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷം നമുക്ക് തോന്നുന്നുണ്ട്. അത് എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ വ്യൂവും കാര്യങ്ങളൊക്കെ, ഒരു ഫുൾ വ്യൂ നമുക്ക് നമ്മുടെ റൂമിന്റെ, അതായത് ഹോട്ടലിന്റെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അടിപൊളി വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമുക്ക് ചുറ്റും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ബീച്ച് ആണെങ്കിലും ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങള് നൈറ്റ് താമസിക്കാനായിട്ട് എടുത്ത ഹോട്ടല്, സ്റ്റാർ വേൾഡ് ആണ്. ഇവിടുന്ന് നേരെ ഓപ്പോസിറ്റ് നടക്കുമ്പോ നമുക്ക് കേരള ഹൗസ് കാണാൻ പറ്റും. കന്യാകുമാരിയിലെ കേരള ഹൗസ് ആണിത്. ഇവിടുന്ന് നേരെ പോകുമ്പോൾ ബീച്ചിലേക്കാണ് കേട്ടോ നമ്മള് പോകാൻ പോകുന്നത്. അപ്പൊ നേരെ ഞങ്ങൾ നടക്കുവാണ്. രാവിലെ തന്നെ നല്ല തിരക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ അമ്പലത്തിലേക്ക് പോകാൻ ആയിട്ടുള്ളവരുണ്ടാവും, അതുപോലെ ഷോപ്പിങ്ങിനായിട്ടുള്ളവരുണ്ടാവും. ഒരു 6:30-7 മണി ആ ഒരു ടൈമിൽ തിരക്കാണ് ഇവിടെ കാണുന്നത്. ഒത്തിരി ആൾക്കാർ ഈ ടൈമിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ അപ്പുറ സൈഡിലേക്ക് പോകുമ്പോൾ അമ്പലം ഉണ്ട് കേട്ടോ. ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നവരുണ്ട്. പിന്നെ വിവേകാനന്ദ പാറയിലേക്ക് പോകുന്ന ആൾക്കാരുടെ തിരക്ക് കുറച്ച് അങ്ങോട്ട് മാറി നിന്നിട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നേരെ വിവേകാനന്ദ പാറയിലേക്കാണ് പോകുന്നത്. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകാനാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആ കാഴ്ചകളും വ്യൂവിലേക്ക് നമുക്ക് പോവാം. നമുക്ക് പോകുന്ന വഴിക്ക് തിരുവള്ളുവറിന്റെ പ്രതിമയും വിവേകാനന്ദ പാറയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഒരുപാട് ശംഖുകള് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ആൾക്കാർ ഇരിക്കുന്നത് കണ്ടു. പിന്നെ നമുക്ക് ഫോട്ടോ എടുത്ത് തരാനായിട്ട് ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ചു. അപ്പൊ നമ്മൾ ഫോട്ടോ ഒന്നും എടുത്തില്ല, നമ്മൾ ക്യാമറ ആയിട്ട് ആണല്ലോ പോകുന്നത്. ഫോട്ടോ നമ്മൾ എടുത്തില്ല. പിന്നെ നമ്മൾ ഇവിടുത്തെ ചുറ്റും കാര്യങ്ങള് നടന്ന് കണ്ടു കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ടും നല്ല നല്ല വെയില് ഉണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് മാത്രം ആൾക്കാർ ഇറങ്ങുന്നതായിട്ട് കണ്ടു. ഒത്തിരി പേര് അവിടെ ഇറങ്ങി കുളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ ഇവിടെ ഇരിക്കാനും ഉള്ള സൗകര്യമുണ്ട്.
അവിടെ നമ്മൾ നേരെ നടക്കുവാണ്. ഒരുപാട് സ്പൈസസും കാര്യങ്ങളും ഡ്രസ്സിന്റെ ആണെങ്കിലും ഒരുപാട് കടകൾ നമ്മൾ കണ്ടു. അപ്പൊ ഇവിടുന്ന് നേരെ നമ്മൾ വിവേകാനന്ദ പാറയിലേക്ക് പോവാണ്. അപ്പൊ അവിടുത്തെ ടിക്കറ്റ് എടുക്കണം. അവിടുത്തെ ടിക്കറ്റ് എടുക്കാനുള്ള ആ ഒരു ക്യൂ ആണ് കേട്ടോ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ആൾക്കാർ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോ നമ്മള് ഡയറക്റ്റ് എൻട്രി ഉണ്ട് കേട്ടോ. ഡയറക്റ്റ് എൻട്രി ആവുമ്പോൾ നമുക്ക് 300 രൂപ വരും. അപ്പൊ അതാവുമ്പോ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് ടൈം കളയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മളിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ശരിക്കും വെയിലൊക്കെ ആവുന്നതിന് മുമ്പ് നമുക്ക് അവിടെ കയറി വരണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എൻട്രി തന്നെ കയറി എന്നാലേ പറ്റത്തുള്ളൂ. കാരണം ഇത്രയും ആളെ കവർ ചെയ്തിട്ട് വേണം നമ്മൾക്ക് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പൊ അതുകൊണ്ട് ടൈം കളയാൻ നിന്നില്ല. അപ്പൊ നേരെ തന്നെ ഞങ്ങൾ ഡയറക്റ്റ് എൻട്രി എടുത്ത് സ്പെഷ്യൽ എൻട്രി എടുത്തിട്ട് ഞങ്ങൾ കയറി. അപ്പൊ വിവേകാനന്ദ പാറ കാണാൻ വേണ്ടിയിട്ട് പോകും. ഒത്തിരി ആൾക്കാർ ഈ ഒരു സമയത്ത് ഇവിടെ ഉണ്ടെന്നുള്ളത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ വരുന്നവർ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, ഒന്നില്ലെങ്കിൽ നേരത്തെ വന്നിട്ട് ക്യൂ നിൽക്കുക, അല്ലെങ്കിൽ ഇതുപോലെ 300 രൂപ കൊടുത്തിട്ട് വേണം കയറാൻ. കുഞ്ഞുങ്ങൾക്കില്ല, 5 വയസ്സിൽ താഴെയുള്ളവർക്ക് ടിക്കറ്റ് എടുക്കണ്ട കേട്ടോ. അഡൽട്ടിന് മാത്രം മതി. അത് മുകളിലേക്കുള്ള 5 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് മാത്രം മതി. നമ്മൾ ബോട്ടിലേക്ക് കയറാനായിട്ട് എത്തിയപ്പോ തന്നെ ഒരു ബോട്ട് അവിടെ നിന്ന് എടുത്തു. ഇനി കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണം നെക്സ്റ്റ് ബോട്ട് വരാനായിട്ട്. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ബോട്ടൊക്കെ വന്നു, ബോട്ടിൽ കയറി. ഒത്തിരി ആൾക്കാർ ബോട്ടിലുണ്ട്. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് സേഫ് ആയിട്ട് തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ ബോട്ടിന്റെ ഉള്ളിലിരുന്ന് നമുക്ക് കടല് അടുത്ത് കാണാം. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വിവേകാനന്ദ പാറയും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. സൈഡിലൂടെ നമുക്ക് വ്യൂ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് തന്നെ തിരുവള്ളുവറിന്റെ പ്രതിമയും കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഒരു പാലം പണി നടക്കുന്നുണ്ട്. അത് കുറച്ച് നാള് കൂടി കഴിയുമ്പോൾ നമുക്കത് പൂർത്തിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും യാത്ര ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അവിടുന്ന് തന്നെ നമുക്ക് നടന്ന് കയറാനായിട്ട് സാധിക്കും. അതിന്റെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് നാള് നമ്മൾ കഴിയുമ്പോൾ അത് ആ പാലം പണിയൊക്കെ പൂർത്തിയായി നമുക്ക് അവിടുന്ന് നേരെ ഡയറക്റ്റ് നടന്ന് കയറാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഏകദേശം വിവേകാനന്ദ പാറയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണാം.
ഇവിടെയാണ് വിവേകാനന്ദ സ്വാമി ഇരുന്നിട്ടുള്ളത്. ഇതിന്റെ അകത്തേക്ക് വീഡിയോ ഷൂട്ടിങ്ങിന് അനുവാദമില്ല. അപ്പൊ ഞങ്ങള് പുറത്തെ കാഴ്ചകളിലേക്കാണ് കേട്ടോ കൂടുതലും ഷൂട്ട് ചെയ്തത്. അപ്പൊ അകത്ത് എന്താ കണ്ടതെന്ന് വെച്ചാല് അവിടെ വലിയൊരു പ്രതിമ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. വളരെ സൈലന്റ് ഏരിയ ആയിട്ടാണ് കേട്ടോ അവിടെ കണ്ടത്. അവിടെ നേരെ ഇറങ്ങി ഞങ്ങള് പുറത്ത് ചുറ്റും നമ്മൾ നടന്ന് കണ്ടു. ഒത്തിരി ആളുകൾ ആ സമയത്ത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു കേട്ടോ. വിവേകാനന്ദ പാറയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങള് തിരിച്ചു പോവാൻ പോവാണ്. ഇത് 2004 കന്യാകുമാരിയിൽ ഉണ്ടായ സുനാമിയുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് നിലനിർത്തിയിരിക്കുന്ന ഒരു ഏരിയ ആണിത്. നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്, ഹോട്ടൽ ശരവണ. അവിടെ ഞങ്ങൾ നേരെ നടക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ഫുഡ് സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നടന്നു പോകുന്ന വഴി അതെല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിവിടുത്തെ അമ്പലത്തിലേക്കുള്ള തിരക്കാണ് കേട്ടോ. ഒത്തിരി ആളുകൾ ഈ സമയത്ത് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്, നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
കന്യാകുമാരിയിലും വിവേകാനന്ദ പാറയിലും വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.